PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നോക്കുക, മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചതിൻ്റെ ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അങ്ങോട്ട് പഠിച്ചു പോവാൻ നോക്കുക. ആദ്യം തന്നെ JD ബെർണലിൻ്റെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ലോകവ്യാപകമായി നാഗരികത വളർന്നുകൊണ്ടേയിരുന്ന ഒരു കാലമായിരുന്നു മധ്യയുഗം. മധ്യയുഗ ജീവിതത്തിൻ്റെയും അതുണ്ടാക്കിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെയും സവിശേഷതയാണ് 16ാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് കാരണമായത്. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്നത്, വിപ്ലവങ്ങളെക്കുറിച്ചൊക്കെ തുടങ്ങുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വിപ്ലവങ്ങളെക്കുറിച്ചാണ് ആദ്യം, അല്ലേ? അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ JD ബെർണലിൻ്റെ ഇതാണ് പറയുന്നത്. ശാസ്ത്രം ചരിത്രത്തിൽ എന്ന് പറയുന്നതിൽ കുറച്ച് ഒരു പേജിൽ കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മധ്യകാലഘട്ടം ഒരേ കാലയളവിലായിരുന്നില്ല. മധ്യകാല ലോകത്തിൻ്റെ രാഷ്ട്രീയ ഘടന സമാനമായിരുന്നെങ്കിലും അധികാര രൂപങ്ങളിൽ വ്യത്യസ്തത കാണുന്നുണ്ട്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ അധികാര രൂപങ്ങൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടത് നമുക്കൊന്ന് പരിചയപ്പെടാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കാം, പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്നു റോമാ സാമ്രാജ്യം. സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായ അസൗകര്യം സൃഷ്ടിച്ചപ്പോൾ CE 4ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ എന്ന റോമൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ 2ആയി വിഭജിച്ചു. ഓക്കെ, എന്താണ് സാമ്രാജ്യം? ഏറ്റവും വിസ്തൃതിയുള്ള സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. സാമ്രാജ്യ വിസ്തൃതി എന്താണ്? ഭരണപരമായിട്ടുള്ള അസൗകര്യം സൃഷ്ടിച്ചപ്പോൾ CE 4ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ 2ആയിട്ട് വിഭജിച്ചു. അങ്ങനെ റോം കേന്ദ്രമായി പാശ്ചാത്യ റോമാ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി പൗരസ്ത്യ റോമാ സാമ്രാജ്യവും നിലവിൽ വന്നു. അപ്പോൾ റോമാ സാമ്രാജ്യത്തെ 2ആയിട്ട് വിഭജിച്ചു. റോം കേന്ദ്രമായിട്ടുള്ള പാശ്ചാത്യ റോമാ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായിട്ടുള്ള പൗരസ്ത്യ റോമാ സാമ്രാജ്യവും നിലവിൽ വന്നു. മുൻപ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെ ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പൗരസ്ത്യ റോമാ സാമ്രാജ്യം എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. മധ്യധരണ്യാഴിക്കും കരിങ്കടലിനുമിടയിലെ തന്ത്രപ്രധാനമായ
ബോസ്ഫോറസ് കടലിടുക്കാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്? മധ്യധരനാഴിക്കും കരിങ്കടലിനുമിടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് എന്ന് പറയുന്ന കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാന്റൈൻ്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്തും കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു. ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്തും കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. ഇസ്താംബൂൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്. ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബൂൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വിൽ ഡൂറന്റ് എഴുതിയതാണ് പറയുന്നത്. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയന്റെ വേർഡ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായി കണക്കാക്കുന്ന ജസ്റ്റീനിയനെ കുറിച്ചുള്ള വിൽഡൂറിന്റെ നിരീക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടം. ഇത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് അറിയപ്പെട്ടു. എന്താണ് പറയുന്നത്? അപ്പോൾ വിൽഡൂറന്റ് ആരെക്കുറിച്ച്? ജസ്റ്റീനിയനെ കുറിച്ച്, പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിട്ടുള്ള ജസ്റ്റീനിയനെ കുറിച്ച് പറയുന്നതാണ് കൊടുത്തിട്ടുള്ളത്. റോമിലെ നിയമങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമസംഹിത ഉണ്ടാക്കിയതാണ് എന്ത്? അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടം. ഇത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അറിയപ്പെട്ടത്. ആ ഒരു നിയമസംഹിത അറിയപ്പെട്ട പേരെന്താണ്? കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജസ്റ്റീനിയന്റെ നിയമസംഹിത. അപ്പോൾ കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്ന നിയമസംഹിത ആരുടേതാണ്? ജസ്റ്റീനിയന്റേതാണ്. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയതാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്ന നിയമസംഹിത. പല രാജ്യങ്ങളും നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ നിയമസംഹിതയ്ക്കും അടിത്തറയായത് ജസ്റ്റീനിയന്റെ നിയമങ്ങളാണ്. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ നിയമസംഹിതയ്ക്ക് അടിത്തറയായതും ഏതാണ്? ജസ്റ്റീനിയന്റെ നിയമങ്ങളാണ്. ഇവിടെ ചരിത്രത്തിലെ കാലവിഭജനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക. ലോകചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കാറുള്ളത്. മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള ഘട്ടത്തെയാണ് പുരാതന കാലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പുരാതന കാലം എന്ന് പറയുന്നത് എന്താണ്? പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടമാണ് പുരാതന കാലം എന്ന് വിളിക്കുന്നത്. അതുമുതൽ പൗരസ്ത്യ സാമ്രാജ്യത്തിന്റെ പതനം വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടമായിട്ട് പരിഗണിക്കുന്നത്. ആധുനിക യുഗത്തിന്റെ ആരംഭം എന്ന് മുതലാണ്? 1453 മുതലാണ് ആധുനിക യുഗത്തിന്റെ കാലം തുടങ്ങുന്നത്. ഇനി കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്ന നിയമസംഹിതയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ 3 ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്ന നിയമസംഹിതയെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. കോഡ് എന്ന് പറയുന്നത് എന്താണ്? റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ് എന്ന് പറയുന്നത്. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം കോഡ്. ഡൈജസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ്. ഡൈജസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഡൈജസ്റ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റീനിയന്റെ ഭരണശേഷം സാമ്രാജ്യം ശിഥിലമാവാൻ തുടങ്ങി. 15-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നു. 15-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്തു? കീഴടക്കി. അതോടുകൂടിയിട്ട് പൗരസ്ത്യ റോമൻ സാമ്രാജ്യം എന്ത് സംഭവിച്ചു? തകർന്നു പോയി. ഇനി വിശുദ്ധ റോമാ സാമ്രാജ്യം നോക്കുക. റോം കേന്ദ്രമായിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യം
ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. ഓക്കെ, റോം കേന്ദ്രമായിട്ടുള്ള പശ്ചിമ റോമാ സാമ്രാജ്യത്തിന് എന്ത് സംഭവിച്ചു? ജർമ്മൻകാരായിട്ടുള്ള ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിൽ ഒരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഓക്കെ, ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യം പറയപ്പെടുന്നതാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിൻജിയൻ. ഓക്കെ, കരോലിൻജിയൻ വംശജനായിട്ടുള്ള ഷാലമീൻ ആയിരുന്നു. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു കരോലിൻജിയൻ വംശനായിട്ടുള്ള ഷാലമീൻ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമീന്റെ സാമ്രാജ്യം. കത്തോലിക്ക മതമേധാവിയായിട്ടുള്ള പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായിട്ടുള്ള ലംബാർഡുകൾ നാടോടികളായിട്ടുള്ള ലംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായ പോപ്പ് എന്ത് ചെയ്തു? കിരീടധാരണം നടത്തി. ഓക്കെ, കത്തോലിക്ക മതമേധാവിയായിട്ടുള്ള പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായിട്ടുള്ള ലൊംബാർഡുകൾ എന്ത് ചെയ്തു എന്ന ആക്രമണകാരികളിൽ നിന്നും ഷാലമീൻ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായിട്ട് ആര് ചെയ്തു? ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് പോപ്പ് കിരീടധാരണം നടത്തിയതോടു കൂടിയിട്ട് സാമ്രാജ്യം എന്തായി? വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടു. സമർത്ഥനായ യുദ്ധവീരനും കഴിവുറ്റ ഭരണകർത്താവുമായിരുന്നു ഷാലമീൻ. പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം ജനങ്ങളെയും രാജ്യങ്ങളെയും അദ്ദേഹം തന്റെ അധീനതയിൽ കൊണ്ടുവന്നു. രാഷ്ട്രീയ സഖ്യത്തിലൂടെയും വൈവിവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമീന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുത്ഥാനത്തെ കരോൾജിയൻ നവോത്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഷാലമീൻ എന്ന് പറയുന്ന ചക്രവർത്തി കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളാണ് കൊണ്ടുവന്നത്? അദ്ദേഹം ഈ പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. പിന്നെന്താണ്? രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം ആരെ ഏൽപ്പിച്ചു? കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന് പറയുന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു? ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമീന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ഇതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുത്ഥാനത്തെയാണ് കരോലിൻജിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഷാലമീന്റെ മരണത്തോടുകൂടി ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശിഥിലമാവുകയും ചെയ്തു. ഇനിയാണ് അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശമാണ് ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് അറബികൾ. സാംസ്കാരിക മേഖലയിൽ അറബികൾ നൽകിയ സംഭാവനകൾ നമ്മൾ മുമ്പ് പഠിച്ചു അല്ലെ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞല്ലോ. രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകി. ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു. ആരാണ്? മുഹമ്മദ് അറബ്. CE 632 പ്രവാചകൻ മുഹമ്മദിന്റെ നിര്യാണശേഷം ഖലീഫമാരാണ് അറേബ്യയിൽ ഭരണം നടത്തിയത്. ഓക്കെ, മുഹമ്മദ് അറബ് ആയിരുന്നു തലവൻ. അദ്ദേഹത്തിന്റെ മരണശേഷം ഖലീഫമാരാണ് അറേബ്യയിൽ ഭരണം നടത്തിയത്. ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഓക്കെ, ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. മദീനയായിരുന്നു ഭരണകേന്ദ്രം. ഓക്കെ, അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രം മദീന ആയിരുന്നു. ആദ്യകാല ഖലീഫമാർക്കു ശേഷം
ഉമവിയ വംശമാണ് അറേബ്യ ഭരിച്ചത്. ഓക്കെ, ഖലീഫമാർക്ക് ശേഷം ആരാണ്? ഉമവിയ വംശമാണ് അറേബ്യ ഭരിച്ചത്. ഇവരുടെ കാലത്താണ് അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത്. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായിട്ടുള്ള ദിർഹമും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ ഭരണകാലത്താണ്. ദിനാറും ദിർഹമും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ ഭരണകാലത്താണ്. ദമാസ്കസ് കേന്ദ്രമായാണ് അവർ ഭരിച്ചിരുന്നത്. ഉമവിയ ഭരണത്തിന് ശേഷം അബ്ബാസിയ ഭരണമാണ് നിലവിൽ വന്നത്. അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം എങ്ങോട്ട് മാറ്റി? ബാഗ്ദാദിലോട്ട് മാറ്റി. ഓക്കെ, ഇനി ഇവിടെ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. CE 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത്. ഓക്കെ, CE 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത്. ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെട്ടിരുന്നത്. മക്ക അറിയപ്പെട്ടിരുന്നത് ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നാണ്. മക്കയിലെ പ്രമാണി വർഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തി. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയ അതാണ് ഹിജ്റ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം. അപ്പോൾ ഹിജ്റ വർഷം ആരംഭിച്ചത് മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇനി ആദ്യ ഖലീഫമാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് CE 632 to 634 ആരാണ്? അബൂബക്കർ. അത് കഴിഞ്ഞ് ഉമർ, അത് കഴിഞ്ഞ് ഉസ്മാൻ, അത് കഴിഞ്ഞ് അലി. അപ്പോൾ ഇവരുടെ ഖലീഫമാരുടെ പേരാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നൊക്കെ പറയുന്നത്. ആ കാലഘട്ടം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ബാഗ്ദാദിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ബാഗ്ദാദ്? നമ്മൾ പറഞ്ഞു അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം ബാഗ്ദാദിലോട്ട് മാറ്റി. അപ്പോൾ ബാഗ്ദാദിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ടൈഗ്രീസ് നദിക്കരയിലാണ്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഈ നഗരത്തെയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, 1001 രാവുകൾ എന്ന് പറയുന്ന കൃതിയിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഏത് നഗരത്തെക്കുറിച്ചാണ്? ഏത് നഗരത്തെക്കുറിച്ചാണ്? ബാഗ്ദാദിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായിട്ടുള്ള നഗരമായിട്ടാണ് 1001 രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത്. ലോക പ്രശസ്തമായി വളർന്ന ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗോളിയക്കാരനായിട്ടുള്ള തിമൂറും ഓട്ടോമൻ ഭരണാധികാരിയായിട്ടുള്ള സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. ആരൊക്കെയാണ്? തിമൂറും സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം 36 പൊതുഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അക്കാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാഗ്ദാദ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ. അപ്പോൾ അബ്ബാസിയ ഭരണം വന്നപ്പോഴാണ്, അതാണ് ബാഗ്ദാദാണ് തലസ്ഥാനം എന്ന് പറഞ്ഞത്. ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ. പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. ആരുടെ കാലത്താണ്? ഹാറൂൺ അൽ റഷീദിന്റെ കാലത്താണ് ആശുപത്രികൾ സ്ഥാപിച്ചത്. നീതിന്യായ ഭരണം ഇസ്ലാം മത വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ളതും നിയമവാഴ്ച കർക്കശവുമായിരുന്നു. സാമ്രാജ്യത്വത്തിന്റെ ഏതു ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു. വിശുദ്ധ റോമാ സാമ്രാജ്യവുമായി ബന്ധം സ്ഥാപിച്ച ഹാറൂൺ അൽ റഷീദ് ഷാലമിന്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അടുത്തത് ഓട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓട്ടോമൻ സാമ്രാജ്യം നോക്കുക. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു അല്ലെ. CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തോടുകൂടി ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ഓക്കെ, CE 1453 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. CE 1453 തുർക്കി നേതാവായിട്ടുള്ള മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടു കൂടിയിട്ടാണ് ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെടുന്നത്. ഇതോടെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും എന്തിൻ്റെ ഭാഗമായി? ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാന്റെ കാലത്താണ്.
സുലൈമാനെ അൽ ഖാനുനി എന്നാണ് വിളിച്ചിരുന്നത്. അൽ ഖാനുനി എന്നാണ് വിളിച്ചിരുന്നത്. നിയമദാതാവ് എന്നാണ് അർത്ഥം. അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണത്തിന് നേതൃത്വം നൽകി. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ യൂറോപ്യർക്ക് ബോധ്യമായി. ഒന്നാം ലോക മഹായുദ്ധശേഷം ഓട്ടോമൻ സാമ്രാജ്യം എന്ത് സംഭവിച്ചു? തകർന്നു. ഓക്കെ, ഇവിടെ നോക്കുക. ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തുർക്കി ഗോത്രങ്ങളിൽ ഒന്നിന്റെ നേതാവായിരുന്ന ഉസ്മാൻ ആണെന്ന് കരുതപ്പെടുന്നു. ഉത്മാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് മംഗോളിയൻ സാമ്രാജ്യം. നോക്കുക, മധ്യ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. മംഗോളിയ എന്ന് പറയുന്നത് മധ്യ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് ഇത് മംഗോളിയ എന്ന് പറയുന്നത്. ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നുണ്ടോ? മംഗോളിയ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ മധ്യ ഏഷ്യയിൽ റഷ്യയ്ക്കും ദേ കിടക്കുന്ന റഷ്യ, ചൈനയ്ക്കും ദേ കിടക്കുന്ന ചൈന, റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. വിശാലമായ പുൽമേടുകളും മരുഭൂമികളും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണിത്. ഓക്കെ, പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണ് മംഗോളിയ. വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ. നാടോടികളെ പോലെ കൂടാരങ്ങളിലാണ് അവർ കഴിഞ്ഞിരുന്നത്. കുതിരപ്പുറത്ത് നാടുചുറ്റി നടന്ന വിവിധ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാൻ ആണ്. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചെങ്കിസ് ഖാൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാൻ ആണ്. ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാരക്കോറമായിരുന്നു. ഓക്കെ, ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു? സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാരക്കോറമായിരുന്നു. ശക്തമായ കുതിരപ്പടയായിരുന്നു മംഗോളിയരുടെ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത. കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിന്റെ മുഖ്യ ആകർഷണമായിരുന്നു. സുസംഘടിതമായ ചാരസംഘവും ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഭാഗമായ വിദൂരദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. ഈ ആശയവിനിമയ സമ്പ്രദായം കൊറിയർ എന്നറിയപ്പെട്ടു. ഓക്കെ, കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നതാണ് എന്ത്? കൊറിയർ എന്ന്. ഓക്കെ, വളരെയേറെ വേഗത്തിലുള്ളതും കാര്യക്ഷമവുമായിരുന്ന ചെങ്കിസ് ഖാന്റെ കൊറിയർ സമ്പ്രദായം. അപ്പോൾ കൊറിയർ സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ചെങ്കിസ് ഖാൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ തിമൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് അത് തിമൂർ. സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു തിമൂർ. യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമൂർ ടാമർ ലൈൻ, മുടന്തനായ തിമൂർ ടാമർ ലൈൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ വൻ സമ്പത്തുമായാണ് മടങ്ങിയത്. അപ്പോൾ ഇത്രയാണ് മംഗോളിയ സാമ്രാജ്യം. അടുത്തത് മാലി സാമ്രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, മാലി സാമ്രാജ്യം മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മാല്യ സാമ്രാജ്യം. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മാലി സാമ്രാജ്യം. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഭരണകേന്ദ്രം. മാലി സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു. തന്നിട്ടുള്ള ഭൂപടം പരിശോധിച്ച ആഫ്രിക്കയിലെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മാലി സാമ്രാജ്യം വ്യാപിച്ചു കിടക്കുന്നത് എന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കുക കേട്ടോ. മാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അതൊന്ന് നോക്കുക. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസമൗസ എന്നറിയപ്പെടുന്ന കങ്കൻ മൂസയെയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരിയായിട്ട് കണക്കാക്കിയിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസമൗസ എന്നറിയപ്പെടുന്ന കങ്കൻ മൂസയെയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരിയായിട്ട് കണക്കാക്കിയിരുന്നത്. വലിയ സ്വർണശേഖരം ഉണ്ടായിരുന്ന മാലി അക്കാലത്തെ സമ്പന്നമായ പ്രദേശമായിരുന്നു. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു.
ഓക്കെ, തിംബുക്തു, വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായിട്ട് തിംബുക്തുവിലെത്തിയിരുന്നു. ഓക്കെ, മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു, വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി എവിടെ എത്തിയിരുന്നു? തിംബുക്തുവിലെത്തിയിരുന്നു. അടിമ കച്ചവടത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു അത്. തിംബുക്തുവിൽ സ്ഥിതി ചെയ്തിരുന്ന സർവകലാശാല മധ്യകാല ലോകത്തിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. കങ്കൻ മൂസ പണികഴിപ്പിച്ച തിംബുക്തുവിലേക്കുള്ള ഗ്രേറ്റ് മോസ്ക് മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. ഗ്രേറ്റ് മോസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ മക്കയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, 1324 കങ്കൻ മൂസ മക്കയിലേക്ക് നടത്തിയ യാത്ര ലോകപ്രസിദ്ധമാണ്. കിലോ കണക്കിന് സ്വർണ്ണക്കട്ടികളുമായാണ് അദ്ദേഹം സംഘവും യാത്ര തിരിച്ചത്. യാത്രയിൽ കണ്ട സാധുക്കൾക്കും പള്ളികൾക്കും തീർത്ഥാടകർക്കും സ്വർണം ദാനമായി നൽകി. മാലി സാമ്രാജ്യത്തിലേക്ക് അധ്യാപകരെയും മതപണ്ഡിതന്മാരെയും ക്ഷണിക്കാൻ കൂടിയായിരുന്നു മക്കയിലേക്കുള്ള യാത്ര. മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയാണ് കങ്കൻ മൂസയെ ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയായിട്ടാണ് കങ്കൻ മൂസയെ ആര് വിശേഷിപ്പിക്കുന്നത്? ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് ചൈനയും ജപ്പാനും. മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു ചൈനയും ജപ്പാനും. മധ്യകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. ഓക്കെ, മധ്യകാലത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു. വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത്. മതസഹിഷ്ണുത പുലർത്തിയിരുന്നാണ് ടാങ് ഭരണാധികാരികൾ കച്ചവടത്തിന്റെയും പ്രോത്സാഹകരായിരുന്നത്. ടാങ് രാജവംശത്തിന് ശേഷം സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങൾ ചൈന ഭരിച്ചു. ഓക്കെ, ടാങ്ങിന് ശേഷം സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങൾ ചൈന ഭരിച്ചിരുന്നു. മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തി തന്നെയാണ്. അപ്പോൾ ചൈനയിലും ജപ്പാനിലും എല്ലാം ഭരിച്ചിരുന്നത് ചക്രവർത്തിയാണ്. എന്നാൽ അധികാരം കൈയാളിയിരുന്നത് ഷോഗണുകൾ എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. ഓക്കെ, ജപ്പാനിൽ അധികാരം കൈയാളിയിരുന്നത് ആരാണ്? ഷോഗണുകൾ എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. ഭൂമിയുടെ നിയന്ത്രണവും ഷോഗണുകൾക്കായിരുന്നു. ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്താണ്. ഓക്കെ, ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? ഷോഗണുകളുടെ കാലത്തിലാണ്. ഇനി മധ്യകാല അമേരിക്ക നോക്കുക. വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പുരാതന കാലം മുതൽ തന്നെ തനതായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. അവ മധ്യകാലഘട്ടത്തിലും തുടർന്നു. തദ്ദേശീയമായ ഭരണരീതികളാണ് അവിടങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അമേരിക്കയിലെ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിസിസിപ്പി, കരീബിയൻ, മൊഗല്ലോൻ, പടയൻ, മായൻ, ഇൻക, അസ്ടെക്, ടോൾടെക്. ഓക്കെ, അമേരിക്കയിലെ സംസ്കാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കോളനികൾ സ്ഥാപിക്കാനായി പുതിയ പ്രദേശങ്ങൾ അന്വേഷിച്ചിറങ്ങിയ യൂറോപ്യർ 16-ാം നൂറ്റാണ്ടോടുകൂടി അമേരിക്കയിലെത്തി. ഓക്കെ, കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പുതിയ പ്രദേശങ്ങൾ അന്വേഷിച്ചിറങ്ങിയ യൂറോപ്യർ എവിടെ എത്തി? 16-ാം നൂറ്റാണ്ടോടുകൂടി അമേരിക്കയിലെത്തി. അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളെ നശിപ്പിച്ച് അവർ തോട്ടങ്ങളും ഖനികളും നിർമ്മിച്ചു. അവിടങ്ങളിൽ പണിയെടുപ്പിക്കാനാണ് ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയത്. തദ്ദേശവാസികളെ വംശഹത്യയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഇനി ഇവിടെ മായൻ കലണ്ടർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, മായന്മാരുടെ കലണ്ടറിൽ 365 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. 20 ദിവസം വീതമുള്ള 18 മാസങ്ങൾ ചേർന്നതായിരുന്നു ഒരു വർഷം. ബാക്കിയുള്ള 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായുള്ള അവധി ദിനങ്ങളായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി കുരിശുയുദ്ധങ്ങൾ. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങൾ. ഓക്കെ, 11 മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധമാണിത് കുരിശു യുദ്ധങ്ങൾ. ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂത മത അനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ കുരിശ് യുദ്ധങ്ങൾ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു കുരിശു യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു കുരിശു യുദ്ധങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഫ്യൂഡലിസത്തിന്റെ പതനമാണ്. നോക്കുക, ഫ്യൂഡലിസത്തിന്റെ പതനം. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി ഫ്യൂഡലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞല്ലേ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ എന്നിങ്ങനെ ഓരോ തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ഭൂമി കൈമാറ്റം, പകരം സേവനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്യൂഡലിസം അവിടെ നിലനിന്നിരുന്നു. ഫ്യൂഡലിസത്തിന്റെ ഘടനകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 15-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ ഫ്യൂഡലിസം എന്ത് ചെയ്യാൻ തുടങ്ങി? തകരാൻ തുടങ്ങി. ഓക്കെ, ഫ്യൂഡലിസം തകരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ച കാരണങ്ങൾ എന്താണ്? ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപ്പന്നത്തിലെ കുറവും, ക്ഷാമം, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ, കുരിശു യുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ വെടിമരുന്നിന്റെ കുത്തക, കർഷക കലാപങ്ങൾ, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം തുടങ്ങിയവയാണ് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ച കാരണങ്ങൾ. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപ്പന്നങ്ങളുടെ കുറവും, ക്ഷാമം, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ, കുരിശു യുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ വെടിമരുന്നിന്റെ കുത്തക, ഓക്കെ, കർഷക കലാപങ്ങൾ, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം എന്നിവയാണ്. ഇനി മധ്യകാല ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള അധികാര രൂപങ്ങളാണ് ഈ അധ്യായത്തിൽ പരിചയപ്പെട്ടത് അല്ലെ. മംഗോളിയൻ സാമ്രാജ്യം, മാലി സാമ്രാജ്യം, അറേബ്യൻ സാമ്രാജ്യം, അങ്ങനെ ഒത്തിരി സാമ്രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലെ ഭരണരംഗത്ത് ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ ഇക്കാലത്തുണ്ടായി. ആധുനിക കാലത്തേക്കുള്ള പ്രയാണത്തിന് ഈ പരിഷ്കരണങ്ങളും അധികാര രൂപങ്ങളും ഊർജം പകർന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. നമ്മൾ പൗരസ്ത്യ റോമ സാമ്രാജ്യം, അറേബ്യൻ സാമ്രാജ്യം, മംഗോളിയൻ സാമ്രാജ്യം, മധ്യകാല അമേരിക്ക, ഫ്യൂഡലിസത്തിന്റെ പതനം വരെയാണ് പഠിച്ചത്. ഓക്കെ, ഫ്യൂഡലിസത്തിന്റെ പതനം വരെ നമ്മൾ പഠിച്ചു നിർത്തി.